സൂപ്പറുണ്ട്. Good morning. So, എന്തൊരു തണുപ്പ്, നല്ല തണുപ്പുണ്ട്. രാത്രി നല്ല തണുപ്പേനു. ഹായ് ഹായ് സ്മൈൽ ചിരിച്ച്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എഴുന്നേറ്റത്. നല്ല ടയേർഡായിരുന്നു ഇന്നലെ. പിന്നെ തണുപ്പും കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ട. അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റതാ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വേഗം പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. ഇവിടെ കിച്ചൺ ഉള്ളതുകൊണ്ട് വേഗം പോയി ഒരു കട്ടൻ ചായ ഉണ്ടാക്കി. ചൂട് കട്ടൻ ചായയും ഇത് നല്ല വരുമ്പോൾ വാങ്ങിയതാണ് കേക്ക് ലൈറ്റിൻ്റെ ഡേറ്റ്സ്. അപ്പോൾ ചായയും ഒരു കുഞ്ഞ് കേക്കൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നു. കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ലേറ്റ് ആയെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇറങ്ങണം. എന്തെങ്കിലും ഫുഡ് കഴിക്കണം. വിശക്കുന്നുണ്ട് നന്നായിട്ട്. ഗൈസ്, നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി. റെഡിയാകുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ. ഇവിടെ എന്നിട്ട് റെഡി ചെയ്താണ്. നമ്മള് പുറത്തോട്ടൊന്ന് കറങ്ങാൻ പോവാണ്. പപ്പന്റെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോകുന്നു. പപ്പന്റെ ഫ്രണ്ടിനൊക്കെ കാണണ്ടേ. ഇവിടെ നമ്മള് ഹൈസീനെ ഇവിടെ സ്കൂളിൽ ചേർത്താൻ പോകണട്ടോ ഗൈസ്. അടുത്ത ഹൈസീന് നാളെ മുതൽ ഇവിടുന്ന് സ്കൂളിൽ പോകും അല്ലേ. സോ യാ, നമ്മൾ റെഡി ആയിട്ട് പോവുകയാണ്. ഇന്നലെ പിന്നെ ടയർഡ് ആയതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് കിടന്നുറങ്ങി. നല്ല തണുപ്പായിരുന്നു. പിന്നെ ഒരു സമയപ്പോൾ എഴുന്നേറ്റു. ഇപ്പൊ ടൈം എത്രയായിരുന്നു? വിശപ്പിന് വലിയ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മൊഡീസ് എന്നുള്ളത്. മോഡീസാണോ മഡീസാണോ എന്താ പറയുന്നത് എനിക്ക് ആക്ച്വലി അറിയില്ല കേട്ടോ പ്രൊനൗൺസ് ചെയ്യാം. സോ ഇവിടെയാണ് വന്നത്. നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി കഫേ. നല്ല ഭംഗിയുണ്ട് ഫോട്ടോ എടുക്കാനാണെങ്കിലും. ആ ഒരു ആംബിയൻസും നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസുള്ള നല്ലൊരു കഫേ. ദെൻ ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് കിട്ടും. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പിന്നെ പാസ്ട്രീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടു ആട്ടാസിൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരിവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട്, അതായത് ബ്രഞ്ച് കഴിച്ചിട്ടാക്കാം ബാക്കി പരിപാടി. നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കേക്ക്സ്, ചോക്ലേറ്റ്സ്. പിന്നെ ക്രിസ്മസ് വൈബ് ആയതുകൊണ്ട് തന്നെ, ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈബിൽ വരുന്ന കേക്ക്സും കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ ഹൈസി ഒരു കേക്കിന് വേണ്ടി പറയുന്നുണ്ട്. അവനെ കുറ്റം പറയാനും പാടില്ല, കാരണം ഇത് കണ്ടിട്ട് നമുക്ക് തന്നെ കൺട്രോൾ പോകും കേട്ടോ. അത്രയും അടിപൊളിയായിട്ട് കേക്ക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണല്ലോ വന്നത്. കൺട്രോൾ. അപ്പം നമ്മൾ 3-4 സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതായത് ചീസി ഐറ്റംസ് വരുന്നതാണ്. ചീസ് കോണ്, ചീസ് സ്പിനാച്ച് വരുന്നതൊക്കെ. ആ ചീസ് സ്പിനാച്ചൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അസി ഇവിടെ വടാപ്പാവ് ഉണ്ട് പറഞ്ഞപ്പം അസി വടാപ്പാവ് വാങ്ങിയ. അങ്ങനെ ഒന്നും കുറ്റം പറയാനില്ല. ഒരു ഓവറായിട്ടുള്ള ടേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വടാപ്പാവ്. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു സ്പിനാച്ച് ചീസ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഓവറോൾ പറയുകയാണെങ്കിൽ ഓരോ ഫുഡും ഒന്നിലൊന്നും വെച്ചായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് നല്ലൊരു കോഫി, ഒരു കാപ്പിച്ചിനും കൂടി കുടിച്ചപ്പോൾ റാഹത്തായി എന്ന് പറയാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കുണ്ട് ഹസി വടാപ്പാവായിട്ട് വരുന്നത്. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ച വടാപ്പാവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് കേട്ടോ. എന്താ ഓവറായിട്ടൊന്നും പറയാനില്ല. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വടാപ്പാവ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അസിക്ക് വാങ്ങിയ തന്നെ അസി ഒരു വടാപ്പാവ് ഫാനാണ്. പക്ഷേ അത് കഴിച്ചത് മുഴുവൻ ഞാനാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒരു കോഫിയൊക്കെ കഴിച്ചു. പിന്നെ ഇന്നത്തെ ഡേ സ്റ്റാർട്ടിങ്ങിന് അടിപൊളിയായിരുന്നു. കാരണം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ബ്രഞ്ചൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഒരു സമാധാനം, ഒരു നല്ലൊരു ഫീലിംഗ്. അങ്ങനെ
ഫുഡ് അടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചാറ്റൽ വെള്ളം പോലെ കേട്ടോ. ഈ വണ്ടീൻ്റെ സീറ്റൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്നുണ്ട്. കാറിന് ഗ്ലാസ് ആണെങ്കിലൊക്കെ ഒരു മഞ്ഞൊക്കെ വീണ് പോലത്തെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ആളവിടെ ഇല്ല. ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയി. അവിടെ ഇത് അവരുടെ ഓൺ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ പലതും ഉണ്ട്. സ്കിൻ കെയറും ഹെയർ കെയർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. സീറംസും കാര്യങ്ങളൊക്കെ അവരുടെ ഓൺ ആയുർവേദിക് പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ അവിടുന്ന് നേരെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ അംബുലൻസിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതാണ് അവരുടെ വീട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, നമ്മൾ ആക്ച്വലി കുടയിലേക്ക് വരാൻ വേറെ റീസൺ ഉണ്ട്. നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ ശരിയാക്കാനും 1-2 കാര്യങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ വന്നത് കേട്ടോ. ആൻഡ് ഇവിടെ എത്തിയപ്പോഴേക്കും ഇതാ നമ്മൾ കൂടെ വന്ന ആൾ നേരെ പോയിട്ട് കുക്കിംഗ് പരിപാടിയിലാണ് കേട്ടോ. നല്ല മട്ടൻ. ഹൈസി ബേബിക്ക് പിന്നെ ഇങ്ങനത്തെ ആനിമൽസ് കിട്ടിയ പിന്നെ അവൻ അവിടെ നിന്ന് അനങ്ങൂല. അപ്പോൾ അവന് ഈ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു ഇങ്ങനെ കളിക്കുന്നത്. അപ്പോൾ അവൻ അതും വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹേസലിന് ഞാൻ അവിടെ എത്തിയവർ 2 പേരും അതും വെച്ച് കളിച്ചു കുറച്ച് നേരമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൻ്റെ വൈഫാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹേസൽ കിടന്നുറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയിട്ട് നല്ല ചൂട് ചോറും കണ്ണിമാങ്ങ അച്ചാറും ഈ ഒരു മട്ടൻ കറിയും കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ അടുത്ത പാത്രത്തിലുണ്ട് നല്ല ഞണ്ട് കറി, ഇന്നലത്തെ ഞണ്ട് കറി. അതും കൂട്ടി കഴിച്ച് നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറന്നുപോയി സത്യത്തിൽ. ഫോണും പിടിച്ചിങ്ങനെ ഫോണോടോ വെച്ച് ഹേസലിനെ നോക്കി ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇവരുടെ കൂടെ കമ്പനിയായിട്ട് ചേർന്നപ്പം ആക്ച്വലി മറന്നുപോയി. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. കാരണം ഹേസലിന് നമ്മൾ വരുന്ന സമയത്ത് തന്നെയായിരുന്നു ജലദോഷവും ചുമയൊക്കെ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ തണുപ്പും കൂടെ ആയപ്പോൾ കുറച്ച് അധികമായ പോലെ ഫീൽ ചെയ്ത് കോൾഡൊക്കെ. സോ അതുകൊണ്ട് നേരെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഹോസ്പിറ്റലുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. കാരണം നമ്മുടെ അവിടെ നാട്ടിൽ നിന്ന് കാണുന്ന പോലത്തെ ഒരു ഹോസ്പിറ്റൽ എന്നാലും നല്ലൊരു ലുക്കിനെ നോക്കി നമ്മളൊരു യൂറോപ്യൻ ആ ഒരു ഇംഗ്ലീഷുകാരെ ആ ഒരു പഴയ ആ ഒരു സ്റ്റൈലിലുള്ള ഹോസ്പിറ്റലൊക്കെ കേട്ടോ. സോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ചെസ്റ്റൊക്കെ ക്ലിയർ ആണ്. ചെറിയൊരു മൂക്കടപ്പിൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. പിന്നെ ഇവിടെ തണുപ്പും കൂടെ അല്ല, നമ്മുടെ ആ ഒരു ക്ലൈമറ്റും കൂടെ മാറേൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായി. അങ്ങനെ അവിടെ നിന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. പിന്നെ ആ ഒരു നഴ്സുമാരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. അങ്ങനെ മെഡിസിൻസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഐസ് ബേബി ഓൾറെഡി കാറിൽ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. ഐസ് ബേബിക്ക് പിന്നെ കാറ് കണ്ടാൽ പിന്നെ കിടന്ന് ഉറങ്ങാം. അങ്ങനെ പോകുന്ന വഴിക്ക് ഇത് ആളും തിരക്കൊന്നുമില്ലാത്ത ഈ ഒരു കോണിൻ്റെ ഈ ഒരു ഉന്ത് വണ്ടി കണ്ടപ്പോൾ ഇവിടെ നിർത്തിയിട്ടോ. ആൻഡ് ആ ഒരു നിർത്തിയത് ഭയങ്കര വേർത്താണെന്ന് എനിക്ക് തോന്നി. നല്ല ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റ്. മസാലയും ഉപ്പും എരിവും അടിപൊളി. കോണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് സ്വതവേ കോണോട് അത്ര വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ ആ ഒരു മസാല ഉപ്പൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര വർത്താനൊക്കെ ആയിരുന്നു ഞങ്ങളെടുത്തിട്ട്. അങ്ങനെ ഞാൻ ഹേസലിനെയും കൊണ്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ചൂടൊക്കെ പിടിക്കാൻ പറഞ്ഞു. ഞങ്ങളടുത്ത് ഇങ്ങനെ ചൂടൊക്കെ പിടിച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു 1-2 കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഹൈസി അപ്പോഴേക്കും എഴുന്നേറ്റ് അവനക്ക് 1-2 ടോയ്സൊക്കെ വാങ്ങി. പിന്നെ നേരെ പോയിട്ട് ഈ ഒരു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ആ സെയിം ഷോപ്പിലോട്ട് തന്നെയാണ്. ഇവിടെ നിന്ന് നല്ലൊരു ഡിന്നറും അതുപോലെ കേക്ക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എൻ്റെ ഫോൺ അതിൻ്റെ ഇടയ്ക്ക് ഓഫായി പോയി. റൂമിലെത്തി നമ്മൾ എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ ഓഫായി പോയി. ചാർജ് ചെയ്തിട്ട് ചാർജറൊക്കെ നമ്മൾ എടുത്തതില്ല. റൂമിലെത്തി ഇനി നമ്മൾ എനിക്ക് ഹൈസിനും ഹേസലിനൊക്കെ ഫ്രഷാക്കി എനിക്ക് ഫ്രഷ് ആവണം. പിന്നെ ഹേസൽ ബേബിനും ഐസ് ബേബിനായിട്ട് കുറച്ച് നേരം കളിച്ചു. ടോയ്സൊക്കെ വാങ്ങിയല്ലോ. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് കളിച്ച് അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും സൗണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഹേസൽ എൻ്റെ അടുത്തുണ്ട്. അവൾ ഉറക്കിയിട്ട് കൊടുക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. അപ്പം Day 3 നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.